വണ്ടൂർ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ ഇന്ന് രാത്രി ഇമ്മച്ചിന്റെ ഇപ്പച്ചിന്റെ ആനിവേഴ്സറി ആയിട്ട് നമ്മൾ ഇന്ന് രാത്രി മധുഹൂത്ത് കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതിന്റെ വ്ളോഗാണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, എല്ലാവരും ഈ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഓല് അപ്പോ തന്നെ ലൈക്ക് അടിച്ചോ, സബ്സ്ക്രൈബ് ചെയ്തോ, പിന്നെ ഷെയർ കൂടി ചെയ്താൽ മതി കേട്ടോ ഗൈസ്. അപ്പോൾ സുഹൃത്തുക്കളെ, ലിജു ഇപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ. അപ്പോൾ ഇന്ന് പിന്നെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. 20 വർഷം, നീണ്ട 20 വർഷം. ഇപ്പോൾ നമ്മളൊരു പെട്ടെന്ന് പോയ പോലെ. അപ്പോൾ എനിക്ക് 3 കുട്ടികളാണ്. അപ്പോൾ വലിയ കുട്ടി പിന്നെ ഇപ്പോൾ പ്ലസ് ടുവിനാണ് പഠിക്കാൻ. അപ്പോൾ രണ്ടാമത്തേത് ഇരട്ട കുട്ടികളാണ്, ഒരു ആൺകുട്ടി പെൺകുട്ടി. അപ്പോൾ ഇന്നിപ്പോൾ ലിജു പറഞ്ഞ എൻ്റെ ചെറിയ കുട്ടി, ഇരട്ട കുട്ടികളിൽ ആൺകുട്ടി പറഞ്ഞ് പിന്നെ ഇന്നിപ്പച്ചി അതേപോലെ എന്താ പറയുക, മധുഹൂത്തോ അല്ലെങ്കിൽ മന്തിയോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഈ ആനിവേഴ്സറിൻ്റെ ഇത് പ്രമാണിച്ചിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പിന്നെ നൈറ്റിൽ. അപ്പോൾ ഞാനിപ്പോൾ ഷോപ്പിലാണല്ലോ നമുക്ക്. അപ്പോൾ എന്നാൽ ഓക്കെ, നമുക്ക് രാത്രി എന്തായാലും മന്തിയോ അല്ലെങ്കിൽ മധുഹൂത്തോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഷോപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം പോയിട്ട് ജസ്റ്റ് ഒരു മന്തി ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു ട്രീറ്റ് കൊടുക്കുക എന്നുള്ള ഒരു ഇതാണുണ്ട്. അപ്പോൾ ബാക്കി പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഈ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ ചെറിയ രീതിയിലുള്ളൊരു വ്ളോഗ്, ഒരു ആനിവേഴ്സറി വ്ളോഗ് എന്നുള്ള രീതിയിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരുടെയും പിന്നെ പ്രാർത്ഥനകൾ, സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കുക. പിന്നെ യൂട്യൂബ് ചാനൽ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടർന്നും വ്ളോഗ്, അതേപോലെ ടെക് വീഡിയോസ്, എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ പിന്നെ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ടാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി വീട്ടിലെത്തിയതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ലിജു പിന്നെ പറയും. ലിജു അതേപോലെ ലിയ, 2 കുട്ടികളുടെ ഇരട്ട കുട്ടികൾ, അവരാണ് കുറച്ച് ആക്റ്റീവായിട്ട്. പിന്നെ വലിയ മോന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് അത്ര ഒരു താല്പര്യമില്ല. പിന്നെ വൈഫും പിന്നെ അധികം പിന്നെ വീഡിയോ ഇങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇതാണ്, വിരളാണ്. കാരണം വീഡിയോസൊന്നും എടുക്കാൻ അയക്കാത്തൊരു ഇതാണ്. അപ്പോൾ എന്തായാലും രാത്രിയിൽ ഇനി കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഷോപ്പ് അങ്ങനെ ക്ലോസിങ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പിന്നെ ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇനി ലിജു പറഞ്ഞ പോലെ മന്തി കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഞാൻ ക്ലോസ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഇനി മന്തി വാങ്ങിയിട്ട് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ മന്തി വാങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ മന്തി ഇപ്പോൾ വാണിയമ്പലം നിന്നാണ് മന്തി വാങ്ങുന്നത്. അപ്പോൾ മന്തിക്കടേൻ്റെ മുന്നിലാണുള്ളത്. അപ്പോൾ മന്തി വാങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് പാർക്കിങ്ങിലിടണം, എന്നിട്ട് മന്തി വാങ്ങണം. അപ്പോൾ മന്തിൻ്റെ കട, ഇവിടെ ഒരുപാട് ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. മന്തിക്കടയിലേക്ക് കയറാം. മന്തിൻ്റെ ആളുകൾ എങ്ങനെയാണ് മന്തി ഫുള്ളെങ്ങനെ മന്തി റൈസില്ലേ കഴിഞ്ഞോ? ഇനിയിപ്പോൾ എന്തല്ലേ മന്തി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? അരമണിക്കൂറല്ലേ? എന്നാൽ ശരി. അപ്പം മന്തി ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. മന്തി ഇവിടെ തീർന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഷോപ്പാണ്. അപ്പം ഇനി നമ്മൾ വണ്ടൂരിലേക്ക് പോവാം. അപ്പോൾ ഉസ്മാനിയ അല്ല മന്തിയോട് നോക്കാൻ പോവാണ്. എങ്ങനെ ഫുള്ള് മന്തിക്ക് 550 ഫുള്ള് മന്തി കട്ട് ചെയ്യണം പീസ്. ആ ഫുൾ അൽഫാം റൈസ് കട്ട് ചെയ്യണ്ട.
കട്ട് ചെയ്ത് ഈ രണ്ട് പീസില്ലേ ഒരു ഫുള്ള് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പള്ളിക്കുന്ന് ഉസ്മാനിയ ഹോട്ടലാണ്. അത്യാവശ്യം തിരക്കുണ്ട്. ഇവിടെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് മന്തിൻ്റെ പ്രിപ്പറേഷൻ സ്ഥലങ്ങളാണിത് ഫുള്ളായിട്ട്. ഓക്കെ, ഇനി മന്തി ആവട്ടെ. ആ ഇത് ഫുള്ളല്ലേ? ഇതിൽ മൈനസൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇതല്ലേ ഇതിലിട്ടോളി. ഓക്കെ, അപ്പം മന്തി റെഡി. നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ്. എന്നാൽ ശരി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മന്തി വാങ്ങിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. മന്തിൻ്റെ ഒരു അൽഫാമൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് ലൈവായിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണിത്. ഇത് ഉസ്മാനിയൻ്റെ മെയിൻ ഒരു ഇതാണ്. ഇവിടെയൊക്കെ ഇതൊക്കെ ഫുൾ ലൈവായിട്ട് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലേക്ക് മന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവിടെ. ഓക്കെ, ഇനി വീട്ടിൽ ചെന്നിട്ട് അടുത്ത കാര്യങ്ങൾ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ മന്തി കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് അപ്പോൾ അൽഫാമും മന്തിയാണ്. അപ്പോൾ ഇത് കഴിക്കാനുള്ള പരിപാടിയാണ്. ലിജു ഇതവിടെ കൊണ്ടുവെക്കണം, ഇതൊക്കെ കൊണ്ടുവെക്ക്. ചിക്കൻ അൽഫാം ഗൈസ്. അപ്പോൾ അത് ഞങ്ങൾ അപ്പോൾ ഇനി മന്തി നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടാണ്, അടിപൊളി ചൂടാണ്. അപ്പോൾ ലിജു ആണ് നീ സെർവ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ എവിടെ ലിജുവോ? അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഇന്ന് 20ാമത്തെ ആനിവേഴ്സറിയാണ്. അപ്പോൾ 20 വർഷം ഇപ്പോൾ ഒരു പെട്ടെന്ന് പോയ മാതിരിയില്ലേ തോന്നി. അപ്പോൾ ഞാൻ ഒരുപാട് വിളിച്ചു, വൈഫിനെ വിളിച്ചപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് താല്പര്യമില്ല. അതായത് പിന്നെ അത് മറ്റേ വീഡിയോസിൽ നിൽക്കാൻ, അതായത് ഈ ചാനലിൽ യൂട്യൂബ് ചാനൽ അങ്ങനെ. അപ്പോൾ ഞാൻ കുറേ വിളിച്ചപ്പോൾ പിന്നെ അവരെ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഏതായാലും നമ്മൾ ഫുഡ് കഴിച്ചു, എല്ലാം കഴിച്ചു. 20 വർഷം കഴിഞ്ഞു. 20 വർഷം പെട്ടെന്ന് പോയി. അപ്പോൾ ഇനി പിന്നെ എന്താ തുടർന്ന്, കാരണം എനിക്ക് പരിമിതികളുണ്ട്. കാരണം രാവിലെ ഞാൻ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സമയമാകുമ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാനുള്ളൊരു ഇതിൽ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഞാൻ വൈഫ് ഒപ്പം നിൽക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ നിന്നിട്ടില്ല. അപ്പോൾ അത് പിന്നെ നമ്മൾ കൂടുതലായിട്ടും അവരെ നിർബന്ധിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ കുട്ടികളുമാണെങ്കിൽ ലിജു ആണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അവന് കുഴപ്പമില്ല, മറ്റേ പെൺകുട്ടിക്കും അതേപോലെ ചാനലിൽ നിൽക്കാൻ താല്പര്യമില്ല. പിന്നെ വലിയ മോനുണ്ട്, ഓന് പിന്നെ ഒട്ടും നിൽക്കൂലോ. ഓലക്കൊക്കെ പിന്നെ അതിൻ്റെതായിട്ടുള്ള ഇത് ഉണ്ടാവുമല്ലോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. 20ാമത്തെ ആനിവേഴ്സറി പിന്നെ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ഞങ്ങൾ എന്താ പറയുക കഴിഞ്ഞു. അപ്പോൾ ഇനി പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് വ്ളോഗ് ഞങ്ങൾ ഇടുന്നതാണ്. പക്ഷേ ടെക് വീഡിയോസ് പിന്നെ അതേപോലെ ഇൻഫർമേഷൻ ഇങ്ങനത്തെ അടങ്ങിയ വീഡിയോസ് എന്തായാലും ഉണ്ടാവും. നിങ്ങളെന്തായാലും ചാനൽ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, തുടർന്നും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.